ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണേ. നിങ്ങളുടെ ചാറ്റ്സ് കാണാം. ഹായ് ഫാത്തിമ ഹുസ്ന, ഹായ് അൻമദ് സയാൻ, നാഫിയ, ഹായ് 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 എവരി വൺ. കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയാം കേട്ടോ. ഓക്കെ, അപ്പം വെൽക്കം ടു ബ്ലൂ ലൈൻസ് ലേണിംഗ്. ഹായ് അൻമദ്, ഹായ്. ഉഷാറായിക്കോട്ടെ അല്ലേ? അപ്പൊ നമ്മളങ്ങനെ ഒരു പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? സോ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ബ്ലൂ ലൈൻസിനോടൊപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഈ വരുന്ന 10th എങ്ങനെ നിങ്ങൾ പഠിക്കും എന്നുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനും പാക്കേജുമാണ് നമ്മൾ ഈ ഒരു ലൈവിലൂടെ പറയാൻ പോകുന്നത്. അതായത് ദിസ് ലൈവ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ് ഹൗ ടു സ്റ്റഡി ഫോർ ദ നെക്സ്റ്റ് എത്രയാണ് ഒരു 6 or 7 or 8 months. നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വെറും പഠിത്തമല്ല, ഫൺ ലേണിംഗ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയും. സോ അതിന് മുമ്പ് നിങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ? എവിടെ നിന്നാണ് നിങ്ങളൊക്കെ വരുന്നത്? അൻമദിന്റെ സ്ഥലം എവിടെയാണ്? ഹായ്. നാഫിയും ഫാത്തിമയും ഉണ്ടോ ഇവിടെ? കേൾക്കുന്നുണ്ടോ? ഫാത്തിമ ഹുസ്ന, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലൈവ് ചാറ്റ് ഇന്റർഫേസ്. അപ്പൊ ഇനിയൊക്കെ നമ്മൾ ക്ലാസ്സസ് ഒക്കെ നടക്കുമ്പം നിങ്ങൾക്ക് ഈ ലൈവ് ചാറ്റിലൂടെ നമ്മുടെ ഫാക്കൽറ്റീസിനോട് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റും. ഈ ലൈവ് ചാറ്റിന്റെ അതിൽ തന്നെയാണ് നിങ്ങൾക്ക് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. അപ്പൊ ഇതെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം യെസ്, അപ്പൊ നിങ്ങളൊന്ന് എൻഗേജിങ് ആയിട്ടൊന്ന് ലൈവായിട്ട് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ഒക്കെ തന്നാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞു പോവാം. കാരണം നിങ്ങൾ സംശയം ചോദിക്കുന്നതനുസരിച്ചാണ് ഓരോ ടീച്ചേഴ്സും അവരുടെ ഇത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഡൗട്ട്സ് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈൽ ഇട്ടാലും മതി, ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി. എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പൊ ലെറ്റ്സ് ബിഗിൻ അവർ ഓറിയന്റേഷൻ ക്ലാസ്. നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ 10th ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ? നിങ്ങൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ? CBSE കാരും സ്റ്റേറ്റുകാരും ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ആർ യു ഗൈസ് CBSE ഓർ സ്റ്റേറ്റ് എന്ന് കമന്റ് ചെയ്യോ? ഇപ്പൊ ബ്ലൂ ലൈൻസിൽ നിങ്ങൾക്ക് 10th CBSEക്കും അതേപോലെ തന്നെ SSLC സ്റ്റേറ്റ് സിലബസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള യെസ് അൻമദ് സയാൻ ഫ്രം മലപ്പുറം കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്താണ്. ഓക്കെ അൻമദ്, വെൽക്കം. യെസ്, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. അപ്പം CBSE-കാർക്കും 10th പഠിക്കുന്ന CBSE-കാർക്കും SSLC-കാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ് അല്ലെ 2026-27 എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോർഡ് എക്സാം വരാൻ പോകുന്ന ഒരു സമയമാണ് ശരിക്കും. ഹുസ്ന, ഓക്കെ ഹുസ്ന, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് CBSE പഠിക്കുന്നവരായിക്കോട്ടെ സ്റ്റേറ്റ് പഠിക്കുന്നവരായിക്കോട്ടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ബ്ലൂ ലൈൻസിലൂടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് യുവർ ബാച്ച് നെയിം ഈസ് ആക്ച്വലി ബ്ലൂ ലൈൻസ് മീസോ ബാച്ച്. അപ്പം നിങ്ങൾ ഇപ്പൊ 10th ആണല്ലേ, ഒരു തരം ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇരിക്കുന്നത്. അതായത് 10th കഴിഞ്ഞാൽ നിങ്ങൾ +1 +2 പോവുകയാണ്. 10ന് മുമ്പായിട്ട് നിങ്ങൾ 8, 9 എന്ന് പറഞ്ഞ ബേസിക്സ് പഠിച്ച് കയറി വന്നവരുമാണ്. സോ ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് യു മീസോ ബാച്ച്. ഇതിന് ശേഷം നിങ്ങൾ കൂടുതൽ ലെയറുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ശരിക്കും 10th ക്ലാസ് എന്ന് പറയുന്നത്. സോ 10th ക്ലാസ്സിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, 10th എത്തിക്കഴിഞ്ഞാൽ നല്ലപോലെ പഠിക്കണം, ഇനി നല്ലപോലെ പഠിച്ചാൽ മാത്രമേ A+ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ A1 കിട്ടത്തുള്ളൂ, നല്ല ഗ്രേഡ് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഷർ തരും അല്ലേ? പക്ഷെ ഈ പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഓക്കെ എനിക്ക് പഠിക്കണമെന്ന് മനസ്സിലായി, പക്ഷെ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺട്രോളായിട്ട് കൊണ്ടുപോകണം, അതിന്റെ കൂടെ തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അത് മാത്രമല്ല, ഈ കുറച്ചും കൂടെ അത് എന്റർടൈൻ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് സമയം എനിക്ക് അത് സ്പെൻഡ് ചെയ്യാതെ തന്നെ കൺസെപ്റ്റ്സ് കിട്ടണം. ഇതൊക്കെ ആയിരിക്കും ഒരു ശരാശരി ഒരു സ്റ്റുഡന്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കാരണം എപ്പോഴും നമ്മളെ ഫോഴ്സ് ചെയ്ത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കുക എന്നുള്ളതൊരു ആശയത്തിന്റെ കൺട്രോൾ, അതിനൊരു കൺട്രോൾഡ് സ്റ്റേറ്റിൽ എപ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ? പഠിത്തം എന്ന് പറയുന്നത് സപ്പോസ് ടു ബി എന്താണ്, കുറച്ചുകൂടെ ലേൺ ചെയ്യാണ്, ഫൺ ചെയ്യാണ്. ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ബി സംതിങ് ഒരു പ്രഷറൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ ആ ഒരു ആശയം തന്നെയാണ് ബ്ലൂ ലൈൻസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതും. ആ ഒരു ആശയത്തിൽ നമുക്ക് എക്സാക്ട്ലി എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ത്രൂ ദിസ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ 10th ക്ലാസ്സിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായാലും അറിയാം, നല്ല രീതിയിൽ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അതിപ്പം സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്ട്സും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈക്വലി സബ്ജക്ട്സിനെ കെയർ എടുത്ത് കൊടുക്കുന്ന രീതി തന്നെയായിരിക്കും ഞാനും അതേപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും ബ്ലൂ ലൈൻസിൽ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കുന്നത്. അപ്പം സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഓറിയന്റേഷനിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഓൾ അവർ സ്റ്റുഡൻസ് ടു ദ മീസോ ബാച്ച്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിലൂടെ ആയിരിക്കും, ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ്സസിൽ കയറിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്പിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. സോ ആപ്പിൽ നിങ്ങൾക്ക്
രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഈ രണ്ട് ഓപ്ഷൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാകും, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസും ഉണ്ടാകും. രണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈ എന്ന് പറഞ്ഞു തരാം. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മീസോ ബാച്ചിൽ നിങ്ങളുടെ എല്ലാ ടോപ്പിക്കും, ഇതിപ്പോ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ടോപ്പിക്സിന്റെയും റെക്കോർഡ് ക്ലാസ്സസ് വിത്ത് MCQs ആൻഡ് നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് CBSE അതേപോലെ SSLC ബാച്ചിനാണ്. ഇപ്പൊ SSLC ബാച്ച് ആണെങ്കിൽ അവരുടെ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ആപ്പിൽ തന്നെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അവിടെ ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരിത്തമാറ്റിക് സീക്വൻസ് ആയിക്കോട്ടെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇതിന്റെയൊക്കെ -5 ക്ലാസ്സസ് അതെന്താണെന്ന് പറഞ്ഞു തരാം. അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ അതിപ്പം സ്റ്റേറ്റ് ഈക്വലി അതേപോലെ CBSE ആണെങ്കിലും അങ്ങനെ തന്നെ. CBSEക്ക് റിയൽ നമ്പേഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെയും ക്ലാസ്സസ് നമ്മൾ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫറൻസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സസിൽ നിങ്ങളേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് -5 ക്ലാസ്സസ് ആണ്. സോ വാട്ട് ഈസ് ആക്ച്വലി -5 ക്ലാസ്സസ്? ഈ -5 ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് പീരീഡിൽ, അവിടെ പറയുന്നുണ്ട് 5 ആണ് നമ്മുടെ മാക്സിമം. ഈ പീരീഡിൽ ശരിക്കും എന്താണ് 5 എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ് ആണ്. ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ കുറെ ഹെഡിങ്സ് ഉണ്ടാവും അല്ലേ? ഇപ്പം പലയിടത്തും ചെയ്യുന്ന ഒരു കാര്യം, ഒരു ചാപ്റ്ററിന്റെ വീഡിയോസ് 1 മണിക്കൂർ, 2.5 മണിക്കൂർ, 3.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസെപ്റ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസരം അല്ലെങ്കിൽ അവസ്ഥയാണ് വരാറുള്ളത്. അതിനെ മാറ്റിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ സിംഗിൾ കൺസെപ്റ്റ് ഒരു -5 മിനിറ്റ് ആ ഒരു ടൈമിംഗ് കൊണ്ട് നമ്മൾ ലേൺ ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കൺസെപ്റ്റ് ഞാൻ പഠിച്ചാൽ അതിൽ നിന്ന് എനിക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ നോട്ട്സും MCQസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ നോട്ട്സിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഈസി നോട്ട്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. കാരണം നോട്ട്സ് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെ? എപ്പോഴും വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ബ്ലൂ ലൈൻസിൽ നിങ്ങൾക്ക് നോട്ട്സ് കാണാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ CBSE ഒക്കെ ആണ്, ഇപ്പൊ SSLC ആണെങ്കിലും പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലതിലൊക്കെ ഈ ഓപ്ഷൻസ് ഉള്ള MCQ ഉള്ള ചോദ്യങ്ങൾ വരും. ചിലർ എന്ത് ചെയ്യുന്ന അറിയാം, കേസ് ബേസ് എന്ന് പറഞ്ഞൊരു കേസ് തരും. ആ കേസ് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആൻസർ ചൂസ് ചെയ്യാൻ പറയും. ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പം പുതിയ പുതിയ പാറ്റേണിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ CBSE എഴുതുന്നവർക്ക് അറിയാൻ സാധിക്കും, അവർക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ SSLCയിലാണെങ്കിലും പാറ്റേൺ ചേഞ്ച് വരാൻ ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നെന്നിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോട്ട്സിൽ തന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അങ്ങനെ പല ഹെഡിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിനെ കാണാൻ സാധിക്കും. ഒരു ചാപ്റ്ററിനെ നിങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് എല്ലാ പാറ്റേണും മനസ്സിലാക്കി തന്നെയായിരിക്കും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. നെക്സ്റ്റ് ഈസ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഈ സംസാരം തന്നെയാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അതിലിപ്പോ ശ്രീറാം സാറ് മാത്സ് വരുമ്പോൾ മാത്സ് സാറ് നിങ്ങൾ എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. ആ സംസാരം നിങ്ങളിൽ നിന്നും ഡൗട്ട് മനസ്സിലാക്കുക, പഠിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇപ്പം ഫാത്തിമ ഹുസ്ന സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന അൽമദ് സയാൻ പറയുന്നു, റാഹി ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നാഫിയനെ പിന്നെ കണ്ടില്ല. അപ്പം ഈ പറഞ്ഞ എല്ലാവരും നിങ്ങൾ ചാറ്റിൽ ഓൺ ആയിരിക്കുക, സംശയങ്ങൾ ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബ്ലൂ ലൈൻസിലൂടെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പ്രോപ്പർ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ, ആ കൺസെപ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു MCQ ബോർഡ് ഉണ്ടായിരിക്കും. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു 5 ക്വസ്റ്റ്യൻസോ 10 ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, തറവാക്കുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്, നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഒരു കൺസെപ്റ്റ് കണ്ടാൽ ബാക്കിയുള്ള നിങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാൻ സാധിക്കും. സോ വി ആർ ആക്ച്വലി സേവിങ് ടൈം, വി ആർ ആക്ച്വലി എന്താണ് കൺസെപ്റ്റ്സ് പ്രോപ്പർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു റെക്കോർഡഡ്, നമ്മൾ ലൈവ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് റെക്കോർഡ് ക്ലാസ്സുകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ലൈവ് ക്ലാസ്സസ് ഉണ്ടല്ലോ, ഈ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഇതേ ലൈവ് സെക്ഷനിൽ തന്നെ റെക്കോർഡഡ് ആയിട്ട് വന്ന് കിടക്കും. ഇതേ ലൈവ് സെഷനിൽ തന്നെ, ഹായ് ഫിൽദ നമസ്കാരം, ഇതേ ലൈവ് സെഷനിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ്, ആ ക്ലാസ്സിലെടുത്ത നോട്ട്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടുത്തെ പ്രാക്ടീസ് MCQs ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും, ഇപ്പൊ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ബ്ലൂ ലൈൻസിലൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ സാധിക്കും.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ ക്ലാസ്സുകൾ കാണുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, കുറെ കൂടെ എക്സാം ഓറിയന്റഡ് ആണ്, പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. അപ്പൊ കുറച്ചൊരു ബൾക്ക് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ CBSE SSLC മോഡലായിട്ടുള്ള മോക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ ടേം കഴിയുമ്പോഴും നിങ്ങൾക്ക് ടേം എക്സാമിനേഷൻസ് ഉണ്ടാവും. അതിന് നമ്മുടെ ആപ്പിൽ എന്താകും, പ്രൊവിഷൻസ് ഉണ്ടാകും. അതിൽ നിന്ന് റിസൾട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. ആ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് റിവാർഡ്സും ബ്ലൂ കോയിൻസും എല്ലാം എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്താണ് ഇപ്പൊ എങ്ങനെയുണ്ട്, ഇത്രയും കേട്ടത് എങ്ങനെയുണ്ടെന്നൊന്നും ചോദിക്കുന്നില്ല. കാരണം ഇനി നിങ്ങൾ ഒരു പ്രോപ്പർ റുട്ടീനിലേക്ക് പോകാൻ പോവുകയാണ്. ആ റുട്ടീൻ കേട്ടതിന് ശേഷം ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫൈനലി നിങ്ങൾ കമന്റ് ചെയ്താലും മതി. നിങ്ങൾ ഇവിടെ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഹായ് പറഞ്ഞേ. ഇടയ്ക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ചാറ്റൊക്കെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര രസകരമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. അപ്പം ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ നിലവില് അപ്പൊ നിലവില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെ പറയും. നിങ്ങൾ ആ റുട്ടീൻ ഫോളോ ചെയ്താൽ മതി. ആ റുട്ടീൻ തന്നെ ഒരുപാട് സമയം നീളുന്ന റുട്ടീൻ ഒന്നുമല്ല. ഒരു ദിവസം നിങ്ങൾ ജസ്റ്റ് 2 hours സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒട്ടും ഹെക്ടിക് അല്ലാതെ ജസ്റ്റ് സ്പെൻഡ് 2 hours വിത്ത് ബ്ലൂ ലൈൻസ്. ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അത്രയും പ്ലാൻഡ് ആണ്, അത്രയും വെൽ സ്ട്രക്ചേർഡ് ആണെന്ന് പറയാനുള്ള റീസണും അത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ സ്കൂളെല്ലാം കഴിഞ്ഞ് ഒരു 6 o'clock ഫ്രീ ആകുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താണോ ആ ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് തരും. ആ ടോപ്പിക്സ് വെച്ച് നിങ്ങൾ ഒരു 6 to 7 PM അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 6:45 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഷോർട്ട് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസും വിത്ത് MCQസും നിങ്ങൾ ചെയ്യും. അപ്പൊ -5 ക്ലാസ്സസിന്റെ ടൈമാണ് ആദ്യമേ ഈ കാണുന്ന ടൈം എന്ന് പറയുന്നത്. അത് നിങ്ങളോട് പറയും. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആപ്പ് എടുക്കുന്നു, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുന്നു, ആപ്പ് നോക്കുന്നു, വളരെ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ നിങ്ങൾ ആ ടോപ്പിക്സ് പഠിക്കുന്നു. ഇത്രയും സമയം എടുക്കില്ല, എന്നാലും നമ്മളൊരു ബഫർ ടൈം പോലെ വെച്ചു എന്ന് മാത്രം. 7 o'clock നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ആർ എൻ്ററിങ് ടു 7 to 8 PM ആണ് നമ്മുടെ ലൈവ് എന്ന് പറയുന്നത്. ഈ 7 to 8 PM ഇപ്പൊ നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ലൈവ് വരുന്നത്. അപ്പൊ ടീച്ചർ വരുന്നു. ടീച്ചർ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് 2 രീതിയിലാണ്. 2 രീതിയെന്നല്ല, 2 സ്റ്റെപ്പിലാണ്. ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി കൺസെപ്റ്റ് ലൈവ്, സെക്കൻഡ് വൺ ഈസ് ആക്ച്വലി പെർഫോമൻസ് ലൈവ് എന്ന് പറയും. എന്ത് ലൈവാണ്? പെർഫോമൻസ് ലൈവ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്, പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൺസെപ്റ്റ് ലൈവ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സിൽ ഓൾറെഡി കണ്ട കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അത് ടീച്ചർ ഒന്നും കൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കും. എങ്ങനെയാണെന്ന് അറിയോ? ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ്സ് എല്ലാം എക്സാക്ട്ലി എന്ത് ചെയ്യും, ഗ്രാബ് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം ആദ്യത്തെ 6 to 7 PMലും 7 to 8 PMന്റെയും കുറെ സമയങ്ങളിൽ നിങ്ങൾ ഒരേ ടോപ്പിക്ക് തന്നെ ഒന്നിലധികം തവണ ക്വസ്റ്റ്യൻസ് അടക്കം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് ലൈവിൽ എങ്ങനെ ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാം, ബോർഡ് എക്സാമിൽ ചോദിച്ച PYQന്റെ നേച്ചർ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ കൺസെപ്റ്റ് ലൈവിൽ പറയും. ആദ്യത്തെ 45 minutes ആയിരിക്കും നമ്മൾ ഈ കൺസെപ്റ്റ് ലൈവ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം ആ ടോപ്പിക്കിൽ ബോർഡ് എക്സാംസിന് ചോദിക്കാവുന്ന ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പെർഫോമൻസ് ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ വാട്ട് ഈസ് ആക്ച്വലി പെർഫോമൻസ് ലൈവ്? പെർഫോമൻസ് ലൈവ് എന്ന് പറയുന്നത് ശരിക്കും സാധാ ഒരു ലേണിംഗ് അല്ല. ശരിക്കും നിങ്ങൾ പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിവാർഡ്സും നിങ്ങൾക്ക് തന്നെ കിട്ടണം. അത് നിങ്ങൾക്ക് ഒരു തരം മൊമെന്റമാണ്. യു ഷുഡ് ഫീൽ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ഞാനിത് പഠിച്ചെടുത്തു, ആ പഠിച്ചത് വെച്ച് എനിക്ക് ആൻസർ കിട്ടി, ആ ആൻസർ പ്രകാരം എനിക്ക് ഗിഫ്റ്റും കൂടെ കിട്ടിയാൽ ഹൗ വിൽ ഐ ഫീൽ? ഐ വിൽ ഫീൽ ഹാപ്പി അല്ലേ? അത് തന്നെയാണ് ബ്ലൂ ലൈൻസും ചെയ്യുന്നത്. യു ഷുഡ് ഫീൽ ഹാപ്പി, യു ഷുഡ് ഹാവ് ദാറ്റ് ഡോപ്പമൈൻ ബൂസ്റ്റ് ടു എന്തിനാണ് അടുത്ത ലൈവിലേക്ക് കയറാനുള്ള ഒരു ബൂസ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. അതാണ് നിങ്ങൾക്ക് പെർഫോമൻസ് ലൈവിൽ കിട്ടുക. അതായത് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യും, നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്യും. ആ ആൻസർ ചെയ്യുമ്പം യു വിൽ ഏൺ റിവാർഡ്സ്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. വി ആർ ഗിവിംഗ് യു റിവാർഡ്സ്. ഈ റിവാർഡ്സ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടും ആ റിവാർഡിനെ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കോയിൻസ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ലാസ് കേട്ടതിന്റെ മുറയ്ക്ക് ഞാൻ MCQs ചെയ്തപ്പോഴും അതേപോലെ തന്നെ ക്ലാസ്സസ് കേട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയ റിവാർഡാണ് ഈ കാണുന്നത്. 40 ബ്ലൂ കോയിൻസും 100 രൂപയുമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഈ 100 രൂപ ഇവിടെ താഴെ വിഡ്രോ മൈ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
വിഡ്രോ മൈ ക്യാഷ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഒരു 100 റുപ്പീസിന്റെ ആവശ്യം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ക്ലാസ് കണ്ട് ഏൺ ചെയ്ത മണിയാണ്. ആ പൈസക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെ? ആ പൈസ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ UPI ID കൊടുത്തിട്ട് വിഡ്രോ ചെയ്യാണ്. അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കോയിൻസ് കളക്ട് ചെയ്യാം. 40 ബ്ലൂ കോയിൻസ് ആണ് നിലവിൽ എനിക്കുള്ളത്. ഈ ബ്ലൂ കോയിൻസിന്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ നിങ്ങൾക്ക് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. ഈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ഇവിടെ നോക്കി പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സും ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഏൺ ചെയ്ത ഈ ബ്ലൂ കോയിൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സോ പർച്ചേസ് ചെയ്യാം. സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ നല്ലതാണ്, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊക്കെ റീല് കാണുന്ന ആൾക്കാരാണ്, എത്രത്തോളം ഗുണകരമാണ് എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഏൺ ചെയ്ത്, ഇപ്പൊ എപ്പോഴും പറയാം നമ്മളിവിടെ കുട്ടികൾ, നിങ്ങളുടെ നീറ്റിന് പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് ക്യാഷ് വേണ്ട സാറേ, ഞങ്ങൾക്ക് ബ്ലൂ കോയിൻസ് മതി എന്നാണ്. കാരണം ബ്ലൂ കോയിൻസ് കിട്ടിയാലാണ് ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാൻ സാധിക്കുക, പർച്ചേസ് ചെയ്യുക. സോ ബ്ലൂ കോയിൻസ് കുറച്ചും കൂടെ വാല്യുബിൾ ആണ് ശരിക്കും ഈ സിസ്റ്റത്തിൽ. നിങ്ങൾ കുറച്ചും കൂടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. യു ഷുഡ് ബി ഏർണിംഗ് മോർ ബ്ലൂ കോയിൻസ്. ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് ശരിക്കും നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ലൈവില്, ആ പെർഫോമൻസ് ലൈവിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ആണ്. എക്സൈറ്റഡ് ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ ഏൺ ചെയ്യണം എന്ന കാര്യം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും വാങ്ങാനുള്ള കാര്യങ്ങളും അടക്കം പറയുന്നുണ്ട്. ഇതൊന്നും ഫ്രീ ആയി കിട്ടുന്നതല്ല, നിങ്ങളുടെ എഫേർട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം കിട്ടുന്നതാണ്. ഓക്കെ ആണോ ഗൈസ്? ഓക്കെ ആണെങ്കിലൊന്ന് ഓക്കെ പറയണേ. യെസ്, അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വെറുതെ അല്ല, ഒരു വെൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ള, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിന്റെ ബേസിലായിരിക്കും. അവിടെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. Monday to Thursday ആയിരിക്കും നിങ്ങളുടെ എക്സാക്ട് ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതും ഒരു ദിവസം എക്സാക്ട്ലി എന്തുണ്ടാവും, 1 hour ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ മൺഡേയിൽ നിങ്ങൾക്ക് 7 to 8 PM ആണ് നിങ്ങളുടെ ക്ലാസ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക മാത്സിൽ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ സെക്ഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുന്നു, സാറ് വരുന്നു, കൺസെപ്റ്റ് ലൈവും പെർഫോമൻസ് ലൈവും പഠിപ്പിക്കുന്നു, സെറ്റ് ആവുന്നു, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നു, കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ട്യൂസ്ഡേയിൽ നിങ്ങൾ സയൻസിന്റെ ടോപ്പിക്കാണ്. ലൈഫ് പ്രോസസ് 1 എന്ന് പറഞ്ഞ ബയോളജിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിലൊരു സെക്ഷൻ ആയിരിക്കും പഠിക്കുക. ആ ചാപ്റ്റർ ഫുള്ള് ഒരു 45 മിനിറ്റ് ലൈവിൽ ഓടിച്ച് പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ആ ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിലെ ടോപ്പിക്സ് വെച്ചായിരിക്കും എന്ത് ചെയ്യുക, പഠിക്കുക. വെറുതെ പഠിക്കുക മാത്രമല്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് റിവാർഡ്സ് ഏൺ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പിന്നെ വെനസ്ഡേയിലേക്ക് വന്നപ്പോൾ പിന്നെയും റിയൽ നമ്പേഴ്സിന്റെ ബാക്കി, പിന്നെ ലൈഫ് പ്രോസസ്സിന്റെ ബാക്കി, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഇംഗ്ലീഷും സോഷ്യലും ഇല്ല, ഉറപ്പായിട്ടും ഉണ്ട്. ഇംഗ്ലീഷിന്റെയും സോഷ്യൽ സയൻസിന്റെയും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. പീരിയോഡിക് ആയിട്ട് ഇംഗ്ലീഷിന്റെയും സോഷ്യൽ സയൻസിന്റെയും ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ആ ഒരു സിസ്റ്റം ശ്രദ്ധിക്കുക. സയൻസിലെ ടോപ്പിക്സ് നമ്മൾ കൃത്യമായി ലേൺ ചെയ്യുന്നു, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് അടക്കം ലേൺ ചെയ്യുന്നു. ആൻഡ് യു ഗൈസ് ആർ ഏർണിംഗ് റിവാർഡ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റം പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഈ ബാച്ചിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സബ്ജക്ട് ബേസ്ഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് May 4th എപ്പോഴാണ്? May 4th. സോ May 4th നമ്മൾ ഡയറക്ട്ലി ഈ ചാപ്റ്റേഴ്സിലേക്ക് ജമ്പ് ചെയ്താലുള്ള പ്രശ്നം, നമുക്ക് കുറേയൊക്കെ ബേസിൽ ആഗ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വന്നുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് എത്താമെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. സോ ആ ഡൗട്ട് ഒന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ phase 0 ലെവലാണ്. ഈ phase 0 ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ഫേസ് ആണ്. അപ്പൊ May 4th തൊട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷന് ശേഷമാണ് നിങ്ങൾ എക്സാക്ട്ലി നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്താണ്, കുറെ കൂടെ നിങ്ങൾക്ക് സിസ്റ്റം ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, May 4th ഇവിടെ നിങ്ങളുടെ May 4th തൊട്ടുള്ള ടൈം ടേബിൾ ഇവിടെ സെറ്റ് ആണ്. അതാണ് നമ്മളിപ്പോ പറയുന്നത്. May 4th നമ്മൾ മാത്സിന്റെ ഫൗണ്ടേഷൻ ആണ് ഫസ്റ്റ് പഠിക്കുക. May 5th ഇപ്പൊ ബയോളജിയിൽ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ടീച്ചർ വന്ന് നിങ്ങളോട് പറയാണ് May 5th. May 6th വന്നപ്പോൾ മാത്സിന്റെ ബാക്കി ഫൗണ്ടേഷൻ പഠിക്കും. May 7th വരുമ്പോൾ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു എൻറ്റയർ ഇയറിലേക്ക് ബ്ലൂ ലൈൻസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ലൈവ് കണ്ടു, റെക്കോർഡർ കണ്ടു, നോട്ട്സ് കണ്ടു, MCQ കണ്ടു, പ്രൊഡക്ട്സിന്റെ പർച്ചേസ് കണ്ടു, എക്സാക്ട് ആയിട്ടുള്ള ലൈവ് പ്ലാനുകളും ഷെഡ്യൂളുകളും കണ്ടു. ഇത്രയും എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ 10th ബാച്ചിലൂടെ, ഈ മീസോ ബാച്ചിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഗെയിൻ ചെയ്യാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഗ്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ആയിക്കോട്ടെ, എന്ത് ലേണിംഗും ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ മാക്സിമം തന്നെ ഈ ഒരു സിസ്റ്റത്തിലൂടെ ലേൺ ചെയ്തിരിക്കും. അതിൽ 100% എനിക്ക് ഉറപ്പ് തരാം. കാരണം ഇപ്പോൾ നീറ്റ് ബാച്ചിൽ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോഴും ദാറ്റ് ഈസ് നമ്മുടെ നീറ്റിന്റെ എൻറ്റയർ ആ ഒരു ക്രാഷ് മാത്രം ഫോളോ ചെയ്തിട്ട് 720-ൽ 600+ മാർക്സ് വാങ്ങിക്കുന്നവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് റുട്ടീൻ ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മോക്ക് ടെസ്റ്റിൽ അത്രയും മാർക്സ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും സേഫാണ്. നീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് കുറെ കൂടെ ഫണ്ടമെന്റൽ ആണ്. അപ്പൊ അവർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 2 വീക്സിൽ നമ്മൾ ഫൗണ്ടേഷൻ ആയിരിക്കും പഠിക്കുക. ഈ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ബ്ലൂ ലൈൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ട്യൂഷനൊക്കെ ചേരാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഒരു ഓപ്ഷനാണ്. ദേ ഷുഡ് സീ ദിസ് അല്ലെ. നിങ്ങൾ കണ്ട പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് കണ്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ കൂടെ ഒപ്പം ഇരുന്ന് പഠിക്കാം ബൈ ഏർണിംഗ് റിവാർഡ്സ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു 2 വീക്സിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഈ ഫൗണ്ടേഷൻ എൻറ്റയർലി കാണാം. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാച്ച് പർച്ചേസിന് ശേഷം ഈ പറഞ്ഞ എല്ലാ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഒരു 1 മന്ത് ഒരു ടെസ്റ്റ് പീരീഡ് ഉണ്ട്. ഈ 1 മാസം നിങ്ങൾ ഈ എൻറ്റയർ ക്ലാസ്സും ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് അവൈലബിൾ ആയിരിക്കും. അപ്പം ആ 1 മാസം നിങ്ങൾ പേ ചെയ്ത്, നിങ്ങളൊരു ബാച്ച് പ്രോപ്പർലി പേ ചെയ്ത് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള 1 മാസം നിങ്ങൾക്ക് എൻറ്റയർലി തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ബട്ട് ഐ ഹോപ്പ് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ആ സമയത്തിനുള്ളിൽ തന്നെ സെറ്റ് ആവുകയും നമ്മുടെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുന്ന എനിക്ക് 100% ഷുവർ ആണ്. എന്നാലും നിങ്ങൾ ആലോചിക്കുക, ഈ 1 മാസം ഒരു ടെസ്റ്റ് പീരീഡ് ആണ്. നിങ്ങൾക്ക് വേണം ജഡ്ജ് ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളാണ് ഏൺ ചെയ്യുന്നത്, നിങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പർച്ചേസിന് ശേഷം 1 മന്ത് പീരീഡ് ഉണ്ടാകും. ഈ 1 മന്ത് പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് തീരുമാനമെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് റീഫണ്ട് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ ഐ എം ഷുവർ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ എക്വിപ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, പഠിക്കുമെന്നും എനിക്കറിയാം. യെസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലാതെ തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് അല്ലെ. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വന്നൊരു ടീച്ചർ വന്നിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ റുട്ടീനാണ്. നിങ്ങളെ എങ്ങനെ ഒരു ദിവസം റുട്ടീനായിട്ട് കുറച്ച് നേരം ഇരുത്തി പഠിപ്പിക്കാം. ആ ഇരുത്തി പഠിപ്പിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രയൊക്കെ ഏൺ ചെയ്യാം, റിവാർഡ്സ് ഏൺ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എൻ്റെ പേര് അനന്തു എന്നാണ്. അബാൻ. മൈ നെയിം ഈസ് അനന്തു. യെസ്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലൈവ് ക്ലാസ് എങ്ങനെയാണ് ഇന്ററാക്റ്റീവ് ആകുന്നൊരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും അല്ലെ. 14 months അല്ല, ഒരു ഇയറിലെ കാര്യമാണ് അൻമത് ചോദിക്കുന്നത്. നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ. ഫുൾ എങ്ങനെയാണ് ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിൽ 1 month ആണ് നിങ്ങൾക്ക് ഫുൾ റീഫണ്ടിന്റെ ആ ഒരു ഗ്യാപ്പ് ഉള്ളത്. അപ്പം ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത നമ്പറിൽ വിളിച്ചാൽ പ്രോപ്പറായിട്ട് എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തരും കേട്ടോ. ശരി. അപ്പൊ ഞാൻ നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഞാൻ മാത്രമല്ല, സനൽ സാറുണ്ട്, ജിഷ്ണു സാറുണ്ട്. അങ്ങനെ ഫിസിക്സിന് ഒരു ടീം തന്നെയുണ്ട്. ഇപ്പൊ ബയോളജിക്ക് ഒരു ടീമുണ്ട്, മാത്തമാറ്റിക്സിന് ഒരു ടീമുണ്ട്, അതേപോലെ സോഷ്യലിനും സയൻസിനും ഇംഗ്ലീഷിനും ഒക്കെ ടീമുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഒരാൾ വന്ന് പഠിപ്പിക്കുകയല്ല, നമ്മളെല്ലാവരും സെറ്റാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം ജസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ററാക്ട് ചെയ്യാവുന്നത്? കാരണം നിങ്ങളും കൂടെ റെസ്പോണ്ട് ചെയ്താലല്ലേ ക്ലാസ്സസ് ഇന്ററാക്ട് ചെയ്യാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഉദാഹരണം നിങ്ങൾക്ക് വേണമല്ലോ. യെസ്, ഫിസിക്സ് ആണ് അപ്പാൻ. അപ്പൊ ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ 9th അല്ലെങ്കിൽ 10th ബേസിക്കലി പഠിക്കുന്ന 2 ആൾക്കാരാണ് കോൺകേവ് മിററും കോൺവെക്സ് മിററും. കേട്ടിട്ടുണ്ടോ? അപ്പൊ കോൺകേവ് മിററും കോൺവെക്സ് മിററും എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. അത് എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഓറിയന്റേഷനിലാണ് അവർ വ്യത്യസ്തപ്പെടുക. കാരണം കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാ, മിറർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആണ് അല്ലെ. തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് എന്റെ ഇമേജ് കാണാൻ പറ്റുക എന്നുള്ളതാണ് മിറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോൺകേവ് മിററിനെ ഒന്നൊന്നും കോൺവെക്സ് മിററിനെ വേറൊന്നൊന്നും പറയാനുള്ള കാര്യം? ബിക്കോസ് ഓഫ് ദെയർ സ്ട്രക്ചറൽ ഡിഫറൻസസ്. അതായത് ഇൻവേർഡ് ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നു, കേവ് ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മിറേഴ്സിനെ, അതാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് പാർട്ടെങ്കിൽ അങ്ങനെയുള്ള മിറേഴ്സിനെ നമുക്ക് കോൺകേവ് മിറേഴ്സ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർഫസ് ആയിരിക്കും, അവിടെ ഒന്നും നടക്കുന്നില്ല. ഈ ഉള്ളിലുള്ള ഭാഗത്താണ് ശരിക്കും അതിന്റെ മിറർ ഫേസ് ഉള്ളത്
അല്ലെ? എന്ന് വെച്ചാൽ ലൈറ്റ് ഈ ഉള്ളിൽ വന്നിടിക്കുന്നു, തിരിച്ച് തെറിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു എന്നർത്ഥം. ഇതിനെ സ്പെറിക്കൽ മിറർ എന്ന് പറയാനുള്ള റീസൺ അറിയാവോ? ഇത് കണ്ടോ, ഒരു സ്ഫിയറിന്റെ ഒരു ഭാഗമല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ മിററിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ ഒരു സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്ഫിയറിന് ഉറപ്പായിട്ടും ഒരു സെന്റർ കാണും. സാധാരണ ഒരു മിററിന്റെ സെന്ററിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുക. കണ്ടോ? അപ്പൊ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഉള്ളിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കുഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കോൺവെക്സ് എന്തായിരിക്കും? പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗം, അതിന്റെ റിഫ്ലക്റ്റിംഗ് ഭാഗം എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഉള്ളിൽ ഒന്നുമില്ല, ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ ഔട്ടർ ഭാഗമായിരിക്കും. പക്ഷെ ഇതും എന്താണ്? ഒരു സ്ഫിയർ പോലെ തന്നെയാണ് അല്ലെ? ഇതും ഒരു സ്ഫിയർ പോലെ തന്നെയാണ്. അപ്പൊ അതിന്റെ സെന്ററിലാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എനിക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുക. ഇതിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം മിററാണ്. മിറർ ഇമേജ് കാണണമെങ്കിൽ ലൈറ്റ് വന്ന് വീഴണം അല്ലെ? അപ്പൊ ഈ ലൈറ്റ് വന്ന് വീണിട്ട് ഈ സെന്ററും ഈ പറഞ്ഞ മിററിന്റെ സെന്ററും തമ്മിൽ ഞാനൊരു ലൈൻ വരച്ചാൽ അതിനെ ആക്സിസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം. ഇതിലേക്ക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. ഇവരെല്ലാം കൂടെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. മലയാളം മീഡിയം ഉണ്ട് മുസ്തഫ, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസിന് ഈ പോള് വരെയുള്ള ഈ ദൂരമുണ്ടല്ലോ, ഈ ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മിറേഴ്സിന്റെ കേസിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ സെന്ററിൽ നിന്നും മിററിലേക്ക് ഞാൻ എന്ത് ചെയ്തു? പോളിലേക്ക് വരച്ചു. ഇവിടെ ഈ റേസ് എല്ലാം വന്ന് ഡൈവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ ഫോക്കസ് എന്ന് വിളിച്ചാൽ അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെ എനിക്ക് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എൻറ്റയർലി ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെഫിനിഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് മിററിന്റെ ഒരു ആക്സിസ് കാണാം, അതിനെ നമുക്ക് പോളെന്ന് വിളിക്കാം. ഇത് ഫോക്കസ് ആണ്, അത് തമ്മിലുള്ള ദൂരമാണ് ഈ കാണുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും ചോദ്യങ്ങളായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളുടെ വിൻഡോയിൽ ഒരു ചോദ്യം, ഒരു സ്ക്രീനിൽ ഒരു ചോദ്യം വന്ന് കാണും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് എന്നാണ് ചോദ്യം. പോളും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ദൂരത്തിനെ, ആ ഡിസ്റ്റൻസിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ലൈനാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതെന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ചെയ്യാൻ, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു 40 സെക്കൻഡ്സോളം സമയമുണ്ട്. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ എഴുതിയവർ, കറക്റ്റ് ആയവർ ഒന്ന് ആൻസർ കമന്റ് ചെയ്യാമോ? നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ, പോളും അതേപോലെ തന്നെ ഫോക്കസും തമ്മിലുള്ള ദൂരത്തിനെ ഫോക്കൽ ലെങ്ത് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഫോക്കൽ ലെങ്ത് ക്ലിക്ക് ചെയ്തവർക്ക് അവിടെ ഒരു റിവാർഡും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്തെങ്കിലും റിവാർഡ് കിട്ടിയോ? ഫോക്കൽ ലെങ്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈനാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലൈനാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് എന്തെങ്കിലും റിവാർഡും കിട്ടിക്കാണും. ഫിൽദക്ക് എന്താ കിട്ടിയത്? യെസ്, അബാൻ 5 rupees കിട്ടി. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലൈവില് ഇങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും കറക്റ്റ് ആക്കുന്നതോറും നിങ്ങൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ കോയിൻസ് കിട്ടിയെന്ന് വരും. ഇപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ ഈ ഇമേജ് നോക്കുക. ഈ ഇമേജ് നോക്കിയാൽ ഇത് കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞു. ഈ കോൺകേവ് മിററിന്റെ ഇൻസൈഡിലാണ് ശരിക്കും സെന്റർ ഓഫ് കർവേച്ചർ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ സെന്റർ വരുന്നത്. ഈ കോൺകേവ് മിറർ ഇരിക്കുന്ന ആ മിററിന്റെ സർഫസ് ഇരിക്കുന്ന ഉള്ളിലാണ് ശരിക്കും ആര് വന്നിട്ടുള്ളത്? സെന്റർ ഓഫ് കർവേച്ചർ വന്നിട്ടുള്ളത്. പക്ഷെ കോൺവെക്സ് മിറർ നിങ്ങൾ നോക്കിക്കേ, കോൺവെക്സ് മിററിന്റെ സർഫസ് ഇവിടെയാണ്, റിഫ്ലക്റ്റിംഗ് സർഫസ് അവിടെയാണ്. പക്ഷെ പുറത്താണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡിലാണ് ശരിക്കും എന്ത് വന്നിട്ടുള്ളത്? സെന്റർ ഓഫ് കർവേച്ചർ വന്നിട്ടുള്ളത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാക്ട് ലൈനുകളാണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ദി സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് എന്നാണ്. അപ്പൊ ഇത് കോൺകേവ് മിററിന്റെ തൊട്ട് മുന്നിലാണ് സെന്റർ ഓഫ് കർവേച്ചർ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ 1 പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് മിറർ ലൈസ് ബിഹൈൻഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് കോൺവെക്സ് മിറർ, ഇവിടെയാണ് അതിന്റെ സർഫസ്, പക്ഷെ അതിന്റെ പുറകിലായിട്ടാണ് ആരെ കാണുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ കാണുന്നത് എന്ന് പറയാം. അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് അവരവിടെ ചോദിക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ ഒരു 40 സെക്കൻഡ്സ് സമയം തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി നമ്മളിപ്പോ പഠിച്ച എക്സ്പ്ലനേഷന്റെ ബേസിൽ യെസ് ഫിൽദ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. വെരി ഗുഡ് ഫിൽദ. അബാൻ ശരിയാക്കിയോ? സൂപ്പർ സൂപ്പർ.
അപ്പൊ നിങ്ങൾക്ക് 2 ബ്ലൂ കോയിൻ കിട്ടിയെന്നല്ലേ. അപ്പൊ ഫിൽദിന് എന്ത് ചെയ്യണം, അല്ലെ അബാനിന് എന്ത് ചെയ്യണം? ഈ ബ്ലൂ കോയിൻ ഏൺ ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. എന്ത് പർച്ചേസ് ചെയ്യാം? സൺസ്ക്രീൻ പർച്ചേസ് ചെയ്യാം, സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ഉണ്ട്, മാറ്റയുടെ ലിപ്സ്റ്റിക് ഉണ്ട്, നൈക്ക എന്തിന്റെയോ ലിപ്സ്റ്റിക് ഉണ്ട്. സിമിലർലി ഗാഡ്ജറ്റ്സ് ഉണ്ട്, ഗാഡ്ജറ്റ്സിലെ ഹെഡ്സെറ്റ്സ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൂടെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇപ്പൊ ഞാൻ ഫിസിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫിസിക്സ് മാത്രമല്ല, നിങ്ങൾക്ക് ബയോളജിക്ക് ടീച്ചേഴ്സ് ഉണ്ടാവും, കെമിസ്ട്രിക്ക് ടീച്ചേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ ടീച്ചേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിന്റെ ടീച്ചേഴ്സ് ഉണ്ട്, സോഷ്യൽ സയൻസിന്റെ ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സിംഗിൾ ലൈവിൽ നിങ്ങൾക്ക് ഇത്ര ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ലൈവുകൾ നിങ്ങൾ കൺസിസ്റ്റന്റ്ലി കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും? വെറുതെ ഏൺ ചെയ്യാണോ? നിങ്ങൾ കണ്ടു പഠിച്ചെടുക്കുകയല്ല ഇത് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? കൺസെപ്റ്റ്സ് പിടികിട്ടിയോ? നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പിടികിട്ടിയോ? ഒന്നെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചേ, ഒന്ന് ചിരിക്കൂ, സന്തോഷിക്കൂ. യു ജസ്റ്റ് ഏൺ 5 rupees and 2 blue coin. പക്ഷെ അവിടെ കണ്ടോ, 5 രൂപയും 2 ബ്ലൂ കോയിനാണ്. അപ്പം ഏറ്റവും മാർക്കറ്റ് ശരിക്കും ആർക്കാണ്? ബ്ലൂ കോയിനാണ്. അത് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫിറോസ് സാറിനെ വിളിക്കാം. സോ ബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫിറോസ് സാർക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾ പഠിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ സാറ് നിങ്ങൾക്ക് എന്താണ് ഒരു ചെറിയ ഈ പറഞ്ഞ ഏർണിംഗ് റിവാർഡ് സിസ്റ്റം കുറച്ചും കൂടെ പരിചയപ്പെടാൻ വേണ്ടി ഒരു കാര്യം കൂടെ സാറ് നിങ്ങളോട് സംസാരിക്കും. സോ ഐ ആം വെൽക്കമിങ് ഫിറോസ് സാർ ടു എക്സ്പ്ലെയിൻ എ സ്മോൾ കൺസെപ്റ്റ് ഇൻ ബയോളജി. സാർ ഇതാ കടന്നു വരുന്നു. ആൻഡ് യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. സാർ എന്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്? മൈറ്റോകോൺട്രിയ. സാറ് പറയുന്നു മൈറ്റോകോൺട്രിയ എന്നാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടോ? ഒന്നുകൂടെ സജീവമാണേ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ആണ് നമ്മൾ ആവേശം മൊത്തമുള്ളത്. അവിടെ നിങ്ങളെ റെസ്പോൺസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. ബ്ലൂ കോയിൻസും അതേപോലെ ക്യാഷ് ബാക്കും ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ ആവേശഭരിതരായിരിക്കുക എന്നറിയാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. കമൻറ്റിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കമൻറ്റ് ഒന്നുകൂടി ചെയ്താൽ മതി. മിക്കവാറും അത് ടീച്ചേഴ്സ് കാണാത്തത് കൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത്. അപ്പോൾ ബയോളജി നിങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട സൗണ്ട് ലോ ആണ്. സൗണ്ട് എക്സ്ക്യൂസ് മീ, സൗണ്ട് ഓക്കെ ആണ്. ഓക്കെ 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 ഓക്കെ. ഫാത്തിമ ഹുസ്ന, യെസ്. അബാൻ, നാഫിയ, യെസ് യെസ്. കമൻറ്റ് ബോക്സ് സജീവമാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആശയം പരിചയപ്പെടാം. അപ്പോൾ സാറ് ഫിസിക്സ് ഒക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ നമുക്ക് ബയോളജിയിൽ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഓക്കെ ആണോ എന്നൊന്നുകൂടി പറയണം. ലോ വോളിയം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മീ 1 minute. എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമാണോ അതല്ല ഓഡിബിൾ അല്ലാത്തതാണോ? വേറെ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? അബാൻ അല്ലാതെ? കുഴപ്പങ്ങളില്ലല്ലോ. അബാനെ ആ വോയിസ് ഒന്ന് കൂട്ടി നോക്കിയേ. ചിലപ്പോൾ അനന്ത് സാറിൻ്റെ അതേ ബാസ് എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. ആ വോയിസ് ഒന്ന് കൂട്ടിയാൽ മതി അബാനെ. ഓക്കെ, അപ്പോൾ തിരിച്ചു പോവാം. അപ്പോൾ മൈറ്റോകോൺട്രിയ പറ്റിയ ടോപ്പിക്കാണ് അല്ലേ? നമുക്കറിയാം, ഒരു സെല്ലിലെ അഥവാ കോശത്തിലെ പവർ ഹൗസ് അല്ലേ, എനർജി ഉണ്ടാക്കുന്ന സെല്ലിലെ ഓർഗനലാണ് ഏത്? കോശാംഗമാണ് ഏത്? മൈറ്റോകോൺട്രിയ. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞത് ATP, നമ്മളെ ശരീരത്തിലെ എനർജി സ്റ്റോർ ചെയ്യുന്നതും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതും ഒക്കെ എന്തിൻ്റെ രൂപത്തിലാണ്? ATPയുടെ രൂപത്തിലാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന ATPയുടെ രൂപത്തിലാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ATP എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളുടെ എനർജി. ഇപ്പം ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എവറിതിങ് എന്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്? ATP യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. ആ ATP ഉണ്ടാക്കുന്ന നമ്മളുടെ സെല്ലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൽ സെല്ലിലുള്ള ഒരു കോമ്പണൻ്റാണ് ഏത്? മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയനെ നമ്മളൊന്ന് അതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് ഒന്നുകൂടി പരിചയപ്പെടാം. അപ്പോൾ ആ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ ഓർഗനലിന് നിങ്ങൾക്ക് കാണാം, ഇതിന് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, പുറത്തൊരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ്റെ പ്രത്യേകത അത് പോറസ് ആണ് എന്നുള്ളതാണ്. പോറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് ഹോൾസ് ഉള്ള തരമാണ്. ഇനി നോക്കണേ, ഈ ലെയർ കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ടാമത്തെ ലെയർ കണ്ടോ, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ എത്ര മെംബ്രെയിൻസ് ഉണ്ട്? ഔട്ടറിലൊരു
പോറസ് ആയിട്ടുള്ള ഒരു കവറിങ് മെംബ്രെയിൻ ഉണ്ട്. ഇന്നറിലേക്ക് നിങ്ങൾക്ക് കാണാം ഇതാ ഇങ്ങനെ കോൺവല്യൂഷൻസ് ഉള്ള ഉള്ളിലേക്ക് ചുളിഞ്ഞ് മടങ്ങിയ ഒരു ഇന്നർ മെംബ്രെയിനില്ലേ ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ കോൺവല്യൂട്ടഡ് ആയിട്ടുള്ള ഫോൾഡഡ് ആയിട്ടുള്ള ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. എന്തിനാണെന്നറിയോ ഇതിങ്ങനെ ഫോൾഡഡ് ആക്കിയത്? അപ്പൊ അവിടെ സർഫസ് ഏരിയ കൂടും. ആ ഫോൾഡഡ് ആയിട്ടുള്ള മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ATP നിർമ്മിക്കുന്നത്. അപ്പൊ കൂടുതൽ കൂടുതൽ ATP നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ, പ്രതല വിസ്തീർണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെന്താക്കിയത്? ഫോൾഡഡ് ആക്കിയത്. അപ്പോൾ ഇവിടെ ATP മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇന്നർ ലെയർ ഇങ്ങനെ ഫോൾഡ് ആക്കി വെച്ച്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാം? അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഒരു മാട്രിക്സ് കാണാം. ആ മാട്രിക്സിൽ DNA ഉണ്ട്, സ്വന്തമായിട്ട് DNA ഉണ്ട്. സാധാരണ ന്യൂക്ലിയസിലാണ് DNA കാണുക, പക്ഷേ മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്, റൈബോസോം ഉണ്ട്. അതുകൊണ്ട് മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി സെറ്റപ്പ് അല്ലേ? ഒരു പക്ഷേ ന്യൂക്ലിയസ് പോലെയൊക്കെ അല്ലെ, ന്യൂക്ലിയസിന് എനർജി ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഇവർക്ക് അതൊക്കെ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ATP നമ്മൾക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്ന അടിപൊളി ആളാണ് ആര്? മൈറ്റോകോൺട്രിയ. 2 ലേയേഴ്സ് ഉണ്ട്, ഒക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ പവർ ഹൗസ് ഓഫ് ദി സെല്ലാണ്, സ്വന്തമായിട്ട് DNA ഉണ്ട്, അതേപോലെ തന്നെ റൈബോസോം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് തന്നെ പ്രോട്ടീൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ള ഓർഗനലാണ്. അതിന് 2 മെംബ്രെയിൻസ് ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ദ ഔട്ടർ മെംബ്രെയിൻ ഈസ് പോറസ് വൈൽ ദി ഇന്നർ മെംബ്രെയിൻ ഈസ് ഡീപ്ലി ഫോൾഡഡ് വിച്ച് ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ഫോർ ATP ജനറേഷൻ. അപ്പോൾ ATP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനർജി മൈറ്റോകോൺട്രിയ റിലീസ് ചെയ്യുന്ന ഏത് ഫോമിലാണ്? ATPയുടെ ഫോമിലാണ്. അങ്ങനെയാണ് അത് എനർജിയുടെ കറൻസി എന്ന് നമ്മൾ ATPയെ വിളിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഇതൊക്കെ ക്ലിയർ അല്ലേ? ആ ഓക്കെ അബാൻ, ഓക്കെ ഓക്കെ ഓക്കെ. ആ യെസ് യെസ് യെസ്, സെറ്റായി. ഞാനിപ്പോഴാട്ടോ കണ്ടത്. ഓക്കെ ഓക്കെ, ഓഡിബിൾ അല്ല. അത് കഴിഞ്ഞല്ലോ, അബാൻ്റെ കഥയല്ലായിരുന്നു. നോക്കണേ അടുത്ത ക്വസ്റ്റ്യന് ഞാനിതാ ഇവിടെ ഓണാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡ് കിട്ടും, നിങ്ങളത് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഓണാക്കുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കിട്ടിയോ? ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് ഫോൾഡഡ് ടു എന്നാണ്. അതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റെഡ്യൂസ് സൈസ് എന്നാണ്, പ്രൊട്ടക്റ്റ് DNA എന്നാണ്, സ്റ്റോർ വാട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ ATP പ്രൊഡക്ഷൻ എന്നും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. കിട്ടിയ ആൾക്കാർ, അതായത് റിവാർഡ്സ് കിട്ടിയ ആൾക്കാർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. റെഡിയല്ലേ? കിട്ടിയ ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. യെസ്, ഫിദ പൊളിക്കാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ ഫിദ. യെസ്, അബാൻ പൊളിച്ചല്ലോ. അബാൻ, എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഈ സംഭവം പൊളിക്കുമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ മോട്ടിവേറ്റഡായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതൊരു വേറെ ലെവലല്ലേ? നിങ്ങൾക്കിത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും തോന്നില്ലേ? ബാക്കിയുള്ള എക്സാംസിനും കൂടെ റിവാർഡ് ഉണ്ടെങ്കിൽ, മോക്ക് ടെസ്റ്റിനും കൂടെ റിവാർഡ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു റുട്ടീനായിട്ട് നമ്മൾക്കൊപ്പം റെഡിയാണെങ്കിൽ സംഭവം നമുക്ക് പൊളിക്കാൻ പറ്റില്ലേ? നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങളിത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ആവേശം കിട്ടുന്നില്ലേ? ആഹാ, അബാൻ, യെസ് യെസ് യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഇട്ടാലോ? യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ആക്കുന്നുണ്ട്. മറുപടി വെയിറ്റിംഗ് ആണ്. യെസ്, ക്വസ്റ്റ്യൻസ് കിട്ടിയോ? the body uses energy stored in DNA, enzymes, water, ATP. കിട്ടിയോ? യെസ്, കിട്ടി. ഫാത്തിമ, ഹുസ്നയൊക്കെ എപ്പോഴാണല്ലോ കാണുന്നത്. സന്തോഷം ഹുസ്ന. ദെൻ കിട്ടിയില്ലേ? വേറെ ആർക്കെങ്കിലും? ആഹാ, നാഫിയ കമറുദ്ദീൻ. യെസ്, വെൽക്കം നാഫിയ. യെസ്, അബാൻ. അപ്പോൾ സെറ്റല്ലേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് നേരത്തെ മറുപടി കിട്ടിയില്ല. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിന് തീയിടണേ, ഫയർ ഇടണേ. യെസ്, അപ്പോൾ ഇതായിരുന്നു ബയോളജിയുടെ ഒരു സാമ്പിൾ. ഇനി നമുക്ക് ബയോളജിയുടെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ മാത്രമല്ല ഉള്ളത്, ബാക്കിയുള്ള ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അവരെല്ലാവരും നിങ്ങളെ പല ദിവസങ്ങളായിട്ട് കാണാൻ വരും. ദേ ആർ ഓൾ റെഡി. എല്ലാ സബ്ജക്റ്റിലെ ടീച്ചേഴ്സും റെഡിയാണ്. ഇവിടെ ശ്രീറാം സാറ് വളരെ ആവേശത്തോടെ നിങ്ങളെ മാത്സിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം ശ്രീറാം സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബെസ്റ്റ് വിഷസ്, വീണ്ടും കാണാം. താങ്ക് യു ഓൾ.
നാഫിയ, താങ്ക് യു. Hi children, good evening. Myself Sriram. I will be doing this session throughout mathematics. അപ്പോൾ നമുക്ക് നോക്കാം. As usual, as every teacher has introduced you, this is going to be a highly interactive session. So you can comment your comments in the comment box. I can see. So ഞാൻ കൂടുതലും മാത്തമാറ്റിക്സിനകത്ത് നമുക്ക് ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം എടുക്കുന്നത്. അതിനകത്ത് എടുക്കാൻ പോകുന്ന എൻ്റെ ടോപ്പിക് പോളിനോമിയൽസ്. ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി പേരെങ്കിലും 9th കേട്ട ഒരു കാര്യമായിരിക്കും, പോളിനോമിയൽസ് എന്തുവാന്നുള്ളതൊക്കെ കേട്ട് കാണുമായിരിക്കും. അപ്പോൾ പോളിനോമിയൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയും എക്സ് എന്ന് പറയുന്ന ചുമ്മാ ഇരിക്കുന്ന ഒരു എക്സ്, ഇയാളൊരു പോളിനോമിയലാണ്. ഓക്കെ, ഇനി അടുത്തത് x+1, ഇയാളൊരു പോളിനോമിയലാണ്. x⁻100 plus 100x⁻50 plus 50x⁻25 പ്ലസ് നമുക്ക് സാധനത്തിന് ഞാൻ ഒഴിവാക്കി തരാം. ഇത്ര മതി. 100x⁻100 plus 100x⁻50 plus 50x⁻25. ഇയാള് ഒരു പോളിനോമിയലാണ്, ഇതൊരു പോളിനോമിയലാണ്. അപ്പൊ പോളിനോമിയൽസ് നിങ്ങളിപ്പോൾ കണ്ടു, ഞാൻ എഴുതിയ ആൾക്കാരൊക്കെ പോളിനോമിയൽസ്. അപ്പോൾ പോളിനോമിയൽസ് അല്ലാത്ത ആൾക്കാർ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്തുവാന്ന് വെച്ചാൽ നന്നായിട്ട് എക്സാമ്പിൾസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നന്നായിട്ട് എക്സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡെഫിനിഷൻ പറയാൻ പറ്റും. ഈ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ഇതാണ്, ഈ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ഇതല്ല എന്നുള്ളത്. സോ ഫസ്റ്റ് ഇയാൾ പോളിനോമിയൽസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാത്ത ആൾക്കാരെ നോക്കാം. 1/x ഇങ്ങനെ കിടക്കുന്ന ആള് ഇയാൾ പോളിനോമിയൽ അല്ല. ഓക്കെ, ഇനി 1/x² എന്ന് പറഞ്ഞൊരാള്, ഇയാൾ പോളിനോമിയൽ അല്ല. ഇനി x⁻3/2 plus x² അങ്ങനെ ഒരാളെ ഇട്ടു, ഇയാളും പോളിനോമിയൽ അല്ല. അപ്പോ ഇതെല്ലാം പോളിനോമിയൽസ് അല്ലാത്ത ആളുകളും ഇതെല്ലാം പോളിനോമിയൽസ് ആണ് താനും. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല പ്രശ്നങ്ങളും കാണുന്നുണ്ടോ? ഈ എഴുതിയേക്കുന്ന ഫസ്റ്റ് സെറ്റുള്ള ആൾക്കാരെ എല്ലാം ഞാൻ പോളിനോമിയൽസ് എന്ന് വിളിച്ചു. അതേപോലെ ഈ എഴുതിയേക്കുന്ന ഈ ഭാഗത്തെ ആൾക്കാരൊന്നും പോളിനോമിയൽസ് അല്ല താനും. അതിന്റെ കാരണം എന്തുവാ? അതിന്റെ കാരണം ഞാൻ പറയാം. ഇവിടെ എക്സിന്റെ എല്ലാ പവേഴ്സും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ എക്സിന്റെ പവർ എന്തുവാ? ശരിക്കും എക്സിന്റെ പവർ 1 ആ വരുന്നത്. ഇനി ഇവിടെ എക്സിന്റെ പവർ 100 ഉണ്ട്, ഇവിടെ എക്സിന്റെ പവർ 50 ഉണ്ട്, 25 ഉണ്ട്. അപ്പൊ എക്സുകളുടെ പവർ ആണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ 1/x എന്ന് പറയണത് നമ്മുടെ എക്സ്പോണൻസ് എന്നുള്ള റൂൾ വെച്ചിട്ട് എനിക്ക് ഇയാളെ എങ്ങനെ എഴുതാം? x⁻−1 അങ്ങനെ എഴുതാൻ പറ്റും. ഈ 1/x² എന്ന് പറയുന്ന ആളെ x⁻−2 അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന്റെ പവർ നെഗറ്റീവ് വന്നു, ഇവിടെയും എക്സിന്റെ പവർ നെഗറ്റീവ് വന്നു. ഇവിടെ എക്സിന്റെ പവർ ഒരു റാഷണൽ നമ്പറാ, 3/2 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ് അവിടെ എക്സിന്റെ പവർ വന്നത്. അപ്പൊ ഞാൻ പറയും നെഗറ്റീവ് നമ്പേഴ്സ് പവർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും പോളിനോമിയൽസ് അല്ല. റാഷണൽ നമ്പേഴ്സ് പവർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതും പോളിനോമിയൽസ് അല്ല. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? വാരിയബിൾ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് വിളിക്കാം, അതിന് നമുക്ക് ആദ്യം ഒന്ന് മെല്ലെ പോയേക്കാം, അത് ഞാൻ അവിടേക്ക് എത്താം. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായായിരുന്നോ? അബാനാണ് വാരിയബിളിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഫാത്തിമ ഹുസ്ന എസ് പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് പറയാനുണ്ടോ? ഫിഡൽ അഹമ്മദ്, ഓക്കെ. ഓക്കെ, അപ്പോ അബാൻ പറഞ്ഞ കൂട്ടം, അബാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിയബിൾസ് ഇല്ലാത്തതിനെയും പോളിനോമിയൽസ് എന്ന് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് വാരിയബിൾസ് ഇല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ വെറുതെ കിടക്കണ 3 അല്ലെങ്കിൽ വെറുതെ കിടക്കണ 4 ഇതെല്ലാം പോളിനോമിയൽസ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അതിന്റെ കാരണം എന്തുവാന്ന് വെച്ചാൽ, അപ്പൊ ഇത്രയും കാര്യം വെച്ചിട്ട് ഞാൻ പോളിനോമിയൽസിന് ഒരു ഡെഫിനിഷൻ പറയാൻ പോവാ. ഓക്കെ, ഇത്രയും കാര്യം വെച്ചിട്ട് നമുക്ക് പോളിനോമിയൽസിന് ഒരു ഡെഫിനിഷൻ പറയാം. ഞാൻ
ഏതെങ്കിലും ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കാലങ്ങളായിട്ട് മാത്തമാറ്റിക്സിൽ ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു ടെക്നിക്കാണത്. നമ്മൾ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് so on an(x)n ഇങ്ങനെ കിടക്കുന്ന, അല്ല അത് ശരിയാണ്, നീ പറഞ്ഞേക്കുന്ന കാര്യം ശരിയാണ്. ഓ ഷുവർ, പറയാം. അപ്പൊ ഇത് ഞാൻ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് പറയട്ടെ. ഇത് a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് so on an(x)n എന്നുള്ള ഒരു സാധനം, ഇതാണ് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന്. ഞാൻ അബാൻ പറഞ്ഞ സംഭവത്തിലോട്ട് വരുവാന്നേ, എന്നിട്ട് ഞാൻ നാഫിയയുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതിനകത്ത് a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് so on an(x)n ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഇയാളെ ഞാൻ പോളിനോമിയൽ എന്ന് വിളിക്കും. ഇയാൾക്ക് സർട്ടൻ കണ്ടീഷനോട് ഉണ്ട്. അതിലൊരു കണ്ടീഷൻ, എൻ്റെ ഈ a0 a1 അതുപോലെ an എന്ന് വെച്ചേക്കുന്ന ഈ വക ആളുകൾ, ഓക്കെ, ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം റിയൽ നമ്പേഴ്സ് ആവണം. പോളിനോമിയൽ ഓവർ റിയൽ നമ്പേഴ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം റിയൽ നമ്പേഴ്സ് ആവണം, ഫസ്റ്റ് കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു എക്സ്, ഇവിടെ a0 എന്ന് ചുമ്മാ കിടക്കുക. അപ്പൊ അയാൾ ചുമ്മാ കിടക്കുകയല്ല, ശരിക്കും a0 x⁻0 എന്നാണ് അതിന്റെ അർത്ഥം. x⁻0 ഏത് നമ്പറിന്റെയും പവറിലോട്ട് 0 എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും 1 ആയിരിക്കും വരുന്നത്. ഏത് നമ്പറിന്റെ പവറിലോട്ട് 0 എടുത്താലും ഓൾവേസ് അത് 1 ആണ്. അപ്പോ ഇവിടെ x⁻0 എന്ന് പറഞ്ഞ ഒരാളുണ്ട്. x⁻0 1 ആയ കാരണമാണ് ഞാൻ അയാളെ മെൻഷൻ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒരു പോളിനോമിയൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്. ഇയാള് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, so on അങ്ങനെ എല്ലാ എണ്ണുകളും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ വേറൊരു കണ്ടീഷനോടെ വെക്കും, എന്റെ n എന്ന് പറയുന്നവരെല്ലാം ഇന്റീജേഴ്സ് ആയിരിക്കണം. ഇന്റീജേഴ്സ് ആയിരിക്കണം. ആ ഇന്റീജേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 0മോ 0-നേക്കാൾ വലുതോ അങ്ങനെയായ എല്ലാ ആൾക്കാരെയും ഞാൻ എന്തായിട്ട് വിളിക്കും, ഈ എണ്ണുകളെല്ലാം 0മോ അതിനേക്കാൾ വലുതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവരെ വിളിക്കും അതൊരു പോളിനോമിയൽ ആണ് എന്ന്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. നേരത്തെ നമ്മൾ എഴുതിയപ്പോ നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു ഈ വക ആളുകളൊന്നും പോളിനോമിയൽ അല്ല. അതിന്റെ കാരണം എന്തുവായിരുന്നു, ഇവിടെ എക്സിന്റെ പവർ നെഗറ്റീവ് വന്നു, ഇവിടെ എക്സിന്റെ പവർ നെഗറ്റീവ് വന്നു, ഇവിടെ എക്സിന്റെ പവർ 3/2 ഒരു റാഷണൽ നമ്പർ ആയിട്ട് വന്നു. അപ്പൊ നമുക്കറിയാം ഈ വക ആൾക്കാരെ ഒന്നും നമ്മൾ പോളിനോമിയലിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയില്ല. ഒരാൾ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം, മലയാളത്തിൽ നമ്മൾ അതിനെ അങ്ങനെ വിളിക്കും, അങ്ങനെ ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്തപ്പോൾ പുള്ളി അതിനൊരു ഡെഫിനിഷൻ കൊടുത്തു. ഒരു സാധനം പോളിനോമിയൽ ആവണമെന്നുണ്ടെങ്കിൽ അവൻ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 2 അല്ല 3 കണ്ടീഷൻസ്. ഒരു നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഇതെല്ലായിരുന്നു. ആ a0 a1 a2 അങ്ങനെ എഴുതുന്ന എല്ലാ ആൾക്കാരും അത് കോഎഫിഷ്യന്റുകളാണ്, എക്സിന്റെ കോഎഫിഷ്യന്റുകൾ. ഇവരെല്ലാം എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞത് എന്താ, എക്സിന്റെ പവേഴ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ 0മോ അതിനേക്കാൾ വലുതോ ആയിരിക്കണം. അവരെല്ലാം ഇന്റിജേഴ്സും ആയിരിക്കണം. ഒരിക്കലും 0മോ അതിനേക്കാൾ വലുതോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ റാഷണൽ നമ്പർ ആയിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അവരെന്തായിരിക്കണം, ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോം. പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇത് തന്നെയാണ്. പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു p of x is equal to a0 plus a1x plus so on an(x)n എന്ന് എഴുതുന്ന ആൾക്കാർ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമ്മൾ പോളിനോമിയൽസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അപ്പൊ ഇതായിരുന്നു പോളിനോമിയൽസ്. ഇനി നമുക്ക് അബാൻ ചോദിച്ചൊരു ഡൗട്ട്, ഒരു ഇത് ശരിയാണ്, അതായത് 3 എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ ഇല്ലാത്ത ഒരാളെ എടുത്തു. ഇയാളൊരു പോളിനോമിയൽ ആണോ? കാരണം ഇയാളെ എനിക്ക് എങ്ങനെ എഴുതാം, 3 multiplied with x⁻0 plus 0 multiplied with x⁻1 plus 0 multiplied with x² plus so on plus 0 multiplied with x⁻n ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോ ഇങ്ങനെ എഴുതുന്ന ഒരാളെ ഞാൻ പോളിനോമിയൽ എന്ന് വിളിക്കും. അപ്പോ ഇവിടെ എന്റെ x⁻0യുടെ കോഎഫിഷ്യന്റ് 3 ആയി, ബാക്കി എല്ലാ എക്സുകളുടെയും കോഎഫിഷ്യന്റ് 0 ആയി. ഓക്കെ, അപ്പൊ ഇവരെല്ലാം സീറോസ് ആയി. സീറോസ് ആയപ്പോ നോക്കി, ദിസ് ഇസ് ഈക്വൽ ടു 3 × x⁻0 എന്ന് പറയുന്നത് 1 പ്ലസ് ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത 0 × x 0, 0 × x² 0, so on 0 × x⁻n അതും 0. അപ്പോ അത് 3 × 1 + 0 which is 3. അപ്പോ വെറുതെ ഇരിക്കുന്ന ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇതേ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാഫിയ ആയിരുന്നു ചോദിച്ചത്, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാവോ എന്ന്. ഇനി ഇതിനകത്ത് ഡൗട്ട് ഉണ്ടായിരുന്നോ?
നാഫിയയുടെ ഡൗട്ട് ക്ലിയർ ആയിരുന്നോ, അതോ ഇനി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇതൊരു മനസ്സിലായി എന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി 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 ശരി. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിർത്താം. അപ്പൊ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുമായിരിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കാണുമെന്ന് വിചാരിക്കണു. Which of the following is polynomial? കിട്ടിയായിരുന്നു, ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു. Which of the following is polynomial? നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഓപ്ഷൻ ഏതാന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിടാവോ? ഓക്കെ, ഫിഡൽ മാത്രമേ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി കിട്ടിയായിരുന്നോ? നാഫിയ, അബാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. 2/3 എക്സ് റൈസ് ടു 2/2 പ്ലസ് 1, അടുത്തത് പൈ എക്സ് പ്ലസ് 1/x, പിന്നെ അതുപോലെ പൈ എക്സ് റൈസ് ടു 100 പ്ലസ് √3 എക്സ് റൈസ് ടു 1000 പ്ലസ് 100 എക്സ് ടു ദ പവർ 99, പിന്നെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോ ഫിഡൽ ആണെന്ന് തോന്നുന്നു ഓപ്ഷൻ എ, അതായത് ഈ 2/3 എക്സ് റൈസ് ടു 2/2 പ്ലസ് 1 ഇത് പോളിനോമിയൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ്. ഇതിനകത്ത് ഇത് ആക്ച്വലി ഒരു പ്രിന്റിംഗ് എറർ ആയിരുന്നു. അത് 2/3 എന്നാണ് വരേണ്ടത്. അപ്പോ ഫിഡലിന്റെ ഡെഫിനിഷൻ മനസ്സിലായി എന്ന് ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇവിടെ 2/2 ദിസ് ഇസ് ഈക്വൽ ടു 2/2 എക്സ് റൈസ് ടു 1 പ്ലസ് 1. സോ 2/3 എക്സ് റൈസ് ടു 1 പ്ലസ് 1 ഇങ്ങനെ വരും. അപ്പൊ ഇതൊരു പോളിനോമിയൽ ആണ്. ആ ഫസ്റ്റ് വൺ ഒരു പോളിനോമിയൽ ആണ്. ഇനി സെക്കൻഡ് വൺ പൈ എക്സ് പ്ലസ് 1/x. അപ്പൊ അതിനെ പൈ എക്സ് പ്ലസ് ഈ 1/x-നെ എക്സ് ടു ദ പവർ -1 എന്ന് വിളിക്കാൻ പറ്റും. എക്സ് ടു ദ പവർ -1 എന്ന് പറയുന്ന ആള് നമ്മൾ പറഞ്ഞു അയാൾ പോളിനോമിയലിന്റെ എൻ്റയർ ഡെഫിനിഷനെ തെറ്റിച്ചു. ഓക്കെ, കാരണം പോളിനോമിയലിന്റെ എൻ്റയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം ആൻഡ് ഇന്റിജേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇയാളതല്ല, അതുകൊണ്ട് ഇയാൾ പോളിനോമിയൽ അല്ല. ഇനി ഇയാളെ എടുത്തു കഴിഞ്ഞാൽ ഇയാള് പൈ എക്സ് ടു ദ പവർ 100 പ്ലസ് √3 എക്സ് ടു ദ പവർ 1000 പ്ലസ് 100 എക്സ് ടു ദ പവർ 99 അങ്ങനെയാണ് വന്നത്. അത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അത് ചെക്ക് ചെയ്തില്ലായിരുന്നു. കാരണം ഇത് 2/3 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഡൽ പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്. ഇനി ആരെങ്കിലും അതിനകത്ത് ഞാൻ ഓപ്ഷൻ കൊടുത്തതാണ് ഓപ്ഷൻ സി എന്നാണ്. ഓപ്ഷൻ സിയിൽ അത് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യത്തുള്ളൂ. ഇതും ശരിയാണ്. അത് മീൻ ഫിഡലിന്റെ ആൻസർ ശരിയാണ്. ഓക്കെ, അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കി നോക്കട്ടെ. അപ്പോ ഇത് പൈ എക്സ് ടു ദ പവർ 100 ഇയാളാണ് ഇതിൽ മിക്കതും എല്ലാവരും ചൂസ് ചെയ്ത്, ഇതും ചൂസ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ ഇത് രണ്ടും ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വന്നു. കാരണം ഇവിടെ 2/3 ആയിരുന്നു വരേണ്ടത്. അത് 2/2 എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ട് അത് ശരി ആൻസർ ആണ്. ഓക്കെ, എനിവേ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇയാള് ഒരു പോളിനോമിയൽ അല്ല. കോയിൻസ് ഡെഫിനറ്റ്ലി തരാവേ. അത് ഫിഡലിന് എന്തായാലും കോയിൻസ് തരും. ഓപ്ഷൻ എ കൊടുത്ത ആളുകൾക്കും എന്തായാലും കോയിൻസ് കൊടുക്കാം. അത് ഞാൻ ഇവിടെ ടെക്നിക്കൽ ടേം ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതെന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് എവറി നാച്ചുറൽ നമ്പർ ഇസ് എ പോളിനോമിയൽ, അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുത്തേക്കുന്നത്.
പിന്നെ എ റാഷണൽ നമ്പർ ഓഫ് ദ ഫോം ആർ ഓവർ എസ് നോട്ട് ഈക്വൽ ടു 0 ഇസ് നോട്ട് എ പോളിനോമിയൽ. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അടുത്തത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് ടു ദ പവർ -1 ഹോൾ ടു ദ പവർ -1 ഇസ് നോട്ട് എ പോളിനോമിയൽ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ. പിന്നെ നാലാമത്തെ ഓപ്ഷൻ 1 ഓവർ എക്സ് പ്ലസ് 1 ഇസ് എ പോളിനോമിയൽ. അപ്പോ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. ഫാത്തിമ പറഞ്ഞേക്കുന്നത് ശരിയാണ്, എവറി നാച്ചുറൽ നമ്പർ ഇസ് എ പോളിനോമിയൽ. നാഫിയ പറഞ്ഞതും ശരിയാണ്. ഫിഡൽ എങ്ങോ പോയി? ഫിഡൽ ഇല്ലയോ? ഫിഡൽ എന്തിയേ? ഫിഡലിന്റെ ആൻസർ കൂടെ. ഓക്കെ, ഫിഡലും പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇയാൾ ഒരു പോളിനോമിയൽ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അത് ശരിയാ. രണ്ടാമത്തെ ഓപ്ഷൻ R/S എന്ന് പറയുന്നത് ഏതൊരു പോളിനോമിയൽ 3/2 അല്ലെങ്കിൽ 5/6 അല്ലെങ്കിൽ 7/9 ഇങ്ങനെ ആരെയും നമുക്ക് എഴുതാൻ പറ്റിയാലും അയാളെയൊക്കെ നമുക്ക് എന്താ പറയാ, പോളിനോമിയൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കണ്ടു നിങ്ങൾ, നമ്മുടെ A0 എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഓക്കെ, ഇനി ഈ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ 1/x എന്ന് പറയുന്നത് എക്സ് ഇൻവേഴ്സ് എക്സ് പ്ലസ് എക്സ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് ഇൻവേഴ്സ് പ്ലസ് എക്സ് ഇൻവേഴ്സ് എന്താവും? 2x ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്നാവും. ഇനി ഇ ഇൻവേഴ്സ് ഇൻറ്റു ഇ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്ര വരിക? ഇത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 1, സോ 2x എന്ന് കിട്ടും. സോറി 2 ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ 1/2x എന്ന് വരും. ഇതും ഒരു പോളിനോമിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 ഓവർ എക്സ് പ്ലസ് 1 അയാൾ ഒരു പോളിനോമിയൽ. ദിസ് ഇസ് എ പോളിനോമിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പോളിനോമിയൽ അല്ല, കാരണം ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ x+1 ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതി കിട്ടും. പക്ഷെ x+1 ഹോൾ ഇൻവേഴ്സ് ഇതിന്റെ എക്സ്പാൻഷൻ നമുക്ക് കുറച്ചുകൂടെ സീരീസിലോട്ടൊക്കെ പോകണം. അപ്പോൾ ഇതിന് നമുക്ക് പോളിനോമിയൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ എവറി നാച്ചുറൽ നമ്പർ ഇസ് എ പോളിനോമിയൽ, അത് ട്രൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതേപോലത്തെ ഏതെങ്കിലും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എന്തൊക്കെയും താങ്ക് യു ഫോർ എവറി വൺ. താങ്ക് യു വെരി മച്ച്. യെസ്, ഹലോ, ഹായ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് പോവുക. ഇപ്പൊ സാറ് തന്നെ എൻ്റയർ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതും. ക്വസ്റ്റ്യൻസിലൂടെയുള്ള നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സോഷ്യൽസ് ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും പോവുക. സോ ഹൗ വാസ് യുവർ ഓവറോൾ എക്സ്പീരിയൻസ്? അപ്പം ആ ഒരു ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറഞ്ഞാൽ ചെറിയൊരു റിവാർഡ് നഷ്ടപ്പെട്ട് കാണാം. പക്ഷെ ബാക്കി ഓവറോൾ നിങ്ങൾക്ക് അത്യാവശ്യം റിവാർഡ്സ് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ലേ? തരാം നാഫിയ, ഉറപ്പായിട്ടും. ഡോണ്ട് വറി, ഫിദൽ, നാഫിയ എല്ലാം സെറ്റാക്കാം. പക്ഷെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇനി വരുന്ന ക്ലാസ്സസിലും ഇതേപോലെ എൻഗേജിങ് ആയിട്ട് ലൈവിൽ ഇതേപോലെ സാറിനോട് സംശയം ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് സെറ്റാക്കി പോകണമെന്ന് ഉറപ്പ് വരണം. ചെയ്യോ? അങ്ങനെ ചെയ്യില്ലേ? സോ നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ സെന്റൻസിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് May 4th May 4th നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരിക. നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ 2 weeks നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സെഷൻസ് ഒക്കെ കാണാം. അതിനുശേഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്താലും നിങ്ങൾക്ക് ഒരു 1 month ടൈം പീരീഡ് ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നമ്മളോട് എന്ത് ചെയ്യാം? കയറാം. എന്നാലും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ ആണോ ഗൈസ്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഹായ്, ഹലോ. യെസ്, കഴിയും. ഉറപ്പായിട്ടും വിഡ്രോ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ബാച്ചിന്റെ ഭാഗമാകുമ്പോഴാണ് നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്യുക. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ജസ്റ്റ് ഒന്ന് പറയുക ഗൈസ്, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഓരോ സെക്ഷൻസും ടോപ്പിക്സും ഒക്കെ പഠിച്ചാണ് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ പഠിച്ച് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പോവാം. സോ എല്ലാവരും May 4th കാണില്ലേ? May 4th ശ്രീറാം സാർ തന്നെയായിരിക്കും വരിക. May 4th നിങ്ങൾക്ക് ബാക്കി ഫൗണ്ടേഷൻ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പം താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു സീ യു ഓൾ. അപ്പൊ ഇനി നല്ല ക്ലാസ് ആയിരുന്നു, റിവാർഡ് ഉണ്ടാവുന്നുണ്ട്, ക്ലാസ് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്.
അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനും റിവാർഡൊക്കെ കിട്ടട്ടെ. നിങ്ങൾ എല്ലാവർക്കും